ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ തീർച്ചയായിട്ടും ഒരു വാല്യൂ ബൈങ് നടന്നതിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ തുടർച്ചയാണ് ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒരു ഡാറ്റ കഴിഞ്ഞ ദിവസം വന്നത് നമ്മൾ കണ്ടതാണ്. അവിടെ 9,000 കോടിയോളം ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്തപ്പോൾ 12,000 കോടിയുടെ ഒരു ബൈങ് ആണ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് നടത്തിയത്. ഇതൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു എമൗണ്ടാണ്. കാരണം അടുത്ത കാലത്തൊന്നും ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ് ഇത്ര വലിയൊരു ഫണ്ട് പമ്പ് ചെയ്തില്ല. കാരണം അവർ കാത്തിരിക്കുമായിരുന്നു നല്ലൊരു വാല്യൂ ബൈങ്ങിന് വേണ്ടിയിട്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ നിലവിൽ ഹൈലി വളറ്റൈലായിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മാർക്കറ്റിൽ, അതുകൂടാതെ തന്നെ ഗ്ലോബലി ഒരു റിസഷൻ്റെ ഭീഷണി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ലോങ് ടേമിൽ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന സ്റ്റോക്കുകളിലും അതുപോലെ ചീപ്പ് വാല്യുവേഷനിൽ ലഭിക്കുന്ന സെക്ടറുകളിലുമൊക്കെയാണ് പൊതുവെ ബൈങ് നടക്കുക. ഇപ്പോൾ ഉദാഹരണത്തിനാണ് ഇന്നലെ എല്ലാ സെക്ടേഴ്സും 3% താഴോട്ട് പോയപ്പോൾ FMCG സെക്ടർ 1% മാത്രമാണ് താഴോട്ടേക്ക് പോയത്. എന്നാൽ ഇന്ന് പല സെക്ടേഴ്സും തിരിച്ചു വന്നപ്പോൾ ചെറിയ തോതിലെങ്കിലും റിക്കവർ ചെയ്തപ്പോൾ FMCG സെക്ടറും ഏകദേശം 2% മുന്നേറ്റം നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ ലോവർ വാല്യുവേഷനിൽ കിടക്കുന്ന ഫൈനാൻഷ്യൽ സർവീസസ് സെഗ്മെൻറ്റിലും നല്ലൊരു മുന്നേറ്റം ഇന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇപ്പോൾ വളരെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്നത് വരാൻ പോകുന്ന RBIയുടെ പോളിസി ഔട്ട്കം, അതിൻ്റെ അനൗൺസ്മെൻറ്റ് നാളെ ആയിരിക്കും വരിക. അപ്പോൾ അവിടെ വളരെ നേരിയ ഒരു 0.25 ഒരു റേറ്റ് കട്ടാണ് വരുന്നതെങ്കിൽ അതൊരു വലിയ മേജർ ഇവൻ്റ് ആവാൻ സാധ്യതയില്ല. കാരണം ഓൾറെഡി ഇത് എല്ലാവരും പ്രതീക്ഷിച്ചത് കൊണ്ട് തന്നെ വലിയൊരു വളറ്റിലിറ്റി ഒന്നും അതിൻ്റെ ഭാഗമായിട്ട് അതൊരു മേജർ ഇവൻ്റ് ആയിട്ട് ചിലപ്പോൾ നിൽക്കണമെന്നില്ല. ആ റേറ്റ് കട്ട് ഇല്ല എന്ന ഒരു തീരുമാനമാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ചില നെഗറ്റിവിറ്റി മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതല്ല നല്ല തോതിലുള്ള ഒരു റേറ്റ് കട്ട് വരികയാണെങ്കിലും അവിടെ ഒരു പോസിറ്റീവായിട്ടുള്ള മൂവിനും സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഏപ്രിൽ 10 DCSൻ്റെ ഒരു റിസൾട്ടും വളരെ ആകാംക്ഷയോടെയാണ് ഇൻവെസ്റ്റേഴ്സ് നോക്കുന്നത്. കാരണം അതിനോടനുബന്ധിച്ച് വരാൻ പോകുന്ന ഫ്യൂച്ചർ ഗൈഡൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഇന്നത്തെ ഗ്ലോബൽ മാർക്കറ്റ് കണ്ടീഷനിൽ. അപ്പോൾ നിലവിൽ ഈ റെസിപ്രോക്കൽ താരിഫുമായി ബന്ധപ്പെട്ട് ഗ്ലോബലി നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു ടെൻഷൻസ് അത് കഴിഞ്ഞ ദിവസം കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കാരണം ചൈന ഒരു റിറ്റാലിയേറ്റഡ് റെസിപ്രോക്കൽ താരിഫ് അനൗൺസ് ചെയ്തപ്പോൾ ട്രംപ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ അവരത് പിൻവലിച്ചിട്ടില്ലെങ്കിൽ 50% ഒരു താരിഫ് അഡീഷണൽ ആയിട്ട് ചൈനയുടെ മേൽ ചുമത്തുമെന്നാണ്. അപ്പോൾ അതിനെ ചൈനീസ് ഗവൺമെൻറ് പ്രതികരിച്ചിട്ടുള്ളത് ഈ ഒരു വാറിൽ നമ്മൾ അതിൻ്റെ അവസാനം വരെ പൊരുതുമെന്നാണ്. അപ്പോൾ അമേരിക്ക ഇപ്പോൾ നടത്തുന്നത് ഒരുതരം ബ്ലാക്ക് മെയിലിംഗ് ആയിട്ടുള്ള ഒരുതരം ബുള്ളിങ് ആണ് എന്നാണ് ചൈന പറയുന്നത്. അവരുടെ പരമാധികാരത്തിന് നേരെയും അതുപോലെ തന്നെ അവരുടെ വാണിജ്യ താല്പര്യങ്ങൾക്ക് നേരെയുമുള്ള ശക്തമായൊരു കടന്നാക്രമണമാണ് അമേരിക്ക നടത്തുന്നത് എന്ന രീതിയിലാണ് ചൈന പറയുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, എല്ലാ രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് ഒരു ടേബിൾ നെഗോഷിയേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ ചൈന അത്തരത്തിലുള്ള ഒരു നീക്കവും നടത്തുന്നില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇവിടെ ഈ ഒരു വാറിൽ ചൈന ഒറ്റപ്പെട്ടു നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ ഒരു ഈ ടെൻഷൻ കുറഞ്ഞതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ചൈനയും അമേരിക്കയും മാത്രമായിട്ട് ഈ ട്രേഡ് വാർ ലൈറ്റായിട്ട് വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അമേരിക്കൻ മാർക്കറ്റിൽ ഒരു ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിലൊക്കെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രംപിൻ്റെ ഓരോ പ്രസ്താവനകളെയും ലോകത്താകമാനമുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എത്രമാത്രം ഉണ്ട് എന്നുള്ള ചെറിയ തെളിവുകൾ കഴിഞ്ഞ ദിവസം നമുക്ക് കാണാൻ പറ്റി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൗ ജോൺസും അതുപോലെ തന്നെ നാസ്ഡാക്കും അതുപോലെ S&P 500 ഒക്കെ രാവിലെ ഓപ്പൺ ചെയ്തപ്പോൾ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും പിന്നെയും താഴോട്ടേക്ക് മാർക്കറ്റ് പോകുന്ന സമയത്താണ് മാർക്കറ്റ് ഓപ്പണായിട്ട് ഏകദേശം അരമണിക്കൂർ ആകുമ്പോഴാണ് അമേരിക്കൻ മാർക്കറ്റിൽ ഒരു വാർത്ത വരുന്നത്. അതായത് ഈ റെസിപ്രോക്കൽ താരിഫ് ട്രംപ് ഇനിയും ഒരു 90 ദിവസത്തേക്ക് നീട്ടിവെക്കാൻ പോവുകയാണ് എന്നുള്ള വാർത്ത. യഥാർത്ഥത്തിൽ ഇതൊരു ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് ആയിരുന്നു. അപ്പോൾ ആ ഒരു വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വമ്പിച്ചൊരു റിക്കവറിയാണ് ഡൗ ജോൺസിലും അതുപോലെ S&P 500 നമുക്ക് കാണാൻ പറ്റിയത്. ഏകദേശം 7% ഒരു റിക്കവറി നമുക്ക് S&P 500 കാണാൻ പറ്റും. എന്നാൽ അതിന് അല്പായുസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ആ ന്യൂസ് ഫേക്ക് ന്യൂസ് ആണെന്ന് വൈറ്റ് ഹൗസ് ഒഫീഷ്യലായി അറിയിച്ചതോടുകൂടി ആ ഒരു ഹൈയിൽ നിന്നും വീണ്ടും താഴോട്ടേക്ക് മാർക്കറ്റ് വരികയും അങ്ങനെ ആ ദിവസം മൊത്തത്തിൽ ഒരു വമ്പിച്ചൊരു വളറ്റിലിറ്റി നമുക്ക് അമേരിക്കൻ മാർക്കറ്റിൽ ഇന്നലെ കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നിലവിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ കാണുന്ന ഈ ഒരു റിക്കവറി, ഇത് യഥാർത്ഥത്തിൽ ഒരു റിക്കവറി ആണോ അല്ലെങ്കിൽ ഇതൊരു ട്രാപ്പാണോ എന്ന് നമുക്ക് ഇപ്പോഴും ഉറപ്പിച്ച് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അമേരിക്കൻ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഏതൊരു ചെറിയ വളറ്റിലിറ്റിയും നമ്മുടെ മാർക്കറ്റിനത് തീർച്ചയായിട്ടും വീണ്ടും പൈസയിലേക്ക് കൊണ്ടുപോകാൻ കാരണമാകും. പ്രത്യേകിച്ച് ട്രംപിൻ്റെ ഓരോ പ്രസ്താവനകൾ ഏത് രീതിയിലാണ് വരാൻ പോകുന്നത് എന്നുള്ളതും അതുപോലെ യൂറോപ്യൻ യൂണിയൻ
താരിഫിനെതിരെ ഏത് രീതിയിലാണ് പ്രതികരിക്കാൻ പോകുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തികച്ചും വളരെ കോഷ്യസ് ആയിട്ട് മാത്രമേ നമുക്ക് മാർക്കറ്റിൽ നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ നിഫ്റ്റി 50യിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു സ്റ്റോക്ക് കാണുന്നത് ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. 5.61% ഒരു അപ്സൈഡ് മൂവാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ മാസമാണ് നിഫ്റ്റി 50യിലേക്ക് സൊമാറ്റോയോടൊപ്പം ഈ ജിയോ ഫൈനാൻഷ്യൽ സർവീസിന് എൻട്രി കിട്ടിയത്. അപ്പോൾ അവരെ എൻട്രി തന്നെ ഒരു മാസ് എൻട്രി ആണെന്ന് നമുക്ക് ഈ ഒരു ഇന്നത്തെ മൂവിൽ കാണാൻ പറ്റും. നമുക്കറിയാം ജിയോ ഫൈനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത് ഡൈവേഴ്സിഫൈഡ് ഫൈനാൻഷ്യൽ സെഗ്മെൻറ്റുള്ള ബിസിനസ്സാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാ ബിസിനസ്സുകളും അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലാണ്. എന്നാൽ ഇപ്പോൾ ഇന്ന് വന്ന വാർത്ത അവരുടെ ഡിജിറ്റൽ ലോൺ ബിസിനസ്സിലേക്ക് അവർ കാലെടുത്ത് വെച്ചു എന്നുള്ളതാണ്. അപ്പോൾ ലോൺ അഗെയിൻസ്റ്റ് സെക്യൂരിറ്റി എന്ന ഒരു വിഭാഗത്തിൽ ഡിജിറ്റലായിട്ട് ലോണുകൾ കൊടുക്കുന്ന ഒരു ആപ്പ് ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പ് വഴി 1 കോടി രൂപ വരെ നമുക്ക് ലോൺ എടുക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവർ ഏർപ്പെടുത്തുന്നത്. ഈ ഒരു ന്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഇതിലൊരു മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. ഇന്ന് മൊത്തത്തിൽ നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസിൽ നല്ലൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ബാങ്കിങ് സെഗ്മെൻറ്റിലെ സ്റ്റോക്കുകളെക്കാൾ മുന്നോട്ട് പോയത് നോൺ ബാങ്കിങ് ഫൈനാൻഷ്യൽ കമ്പനികളാണ്. ജിയോ ഫൈനാൻഷ്യൽസ് ആണ് ഈ മൊത്തത്തിലുള്ള ഒരു ലീഡിന് പ്രധാനമായിട്ടുള്ളൊരു കാരണമായിട്ട് നമുക്ക് കാണാൻ കഴിയുക. മറ്റൊരു വാർത്ത നമ്മൾ NTPCയുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കറിയാം PSU സെഗ്മെൻറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട പവർ ജനറേറ്റിംഗ് കമ്പനിയാണിത്. കഴിഞ്ഞ യൂണിയൻ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഒരു പ്രധാനപ്പെട്ട അനൗൺസ്മെൻ്റാണ് ന്യൂക്ലിയർ എനർജി സെഗ്മെൻറ്റിലേക്ക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷനും അതുപോലെ തന്നെ സ്മോൾ മോഡുലർ റിയാക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള ന്യൂക്ലിയർ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു ശ്രമവും ഇന്ത്യ നടത്തുമെന്നും അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിയമത്തിലുള്ള ഭേദഗതികൾ ചെയ്യും എന്നൊക്കെയുള്ള പ്രഖ്യാപനം നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ന്യൂക്ലിയർ സെഗ്മെൻറ്റിൽ ഏകദേശം 100 ഗിഗാവാട്ടിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇന്ത്യ 2047 ടാർഗറ്റായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഈ നിലവിൽ അത് 8 ഗിഗാവാട്ട് മാത്രമാണ്. അപ്പോൾ ഈ സ്മോൾ മോഡുലർ റിയാക്ടറിൻ്റെ ഒരു ബിസിനസ് പോസിബിലിറ്റിയെക്കുറിച്ച് NTPC ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം NTPC പ്രധാനമായിട്ടും തെർമൽ പവർ പ്ലാന്റുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ പല തെർമൽ പവർ പ്ലാന്റുകളുടെയും പ്രവർത്തനം അവസാനിക്കാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു 5 വർഷത്തിനുള്ളിൽ പല പവർ പ്ലാന്റുകളും ക്ലോസ് ചെയ്യപ്പെടും. അപ്പോൾ ആ സമയങ്ങളിൽ അവർക്ക് ഈ ഒരു സ്മോൾ മോഡുലർ റിയാക്ടേഴ്സ്, പ്രത്യേകിച്ച് ന്യൂക്ലിയർ പവർ ഉപയോഗിച്ചുള്ള റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കാനുള്ള പ്രപ്പോസലാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേ ഒരു സെഗ്മെൻറ്റിൽ ടാറ്റ പവറും എൻ്റർ ചെയ്യാൻ പോവുകയാണ്. അവരും ഈ ഒരു താല്പര്യം ഗവൺമെൻറ്റിനോട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്മോൾ മോഡുലർ റിയാക്ടർ കൂടാതെ NTPC 15 ഗിഗാവാട്ടിൻ്റെ വലിയ ന്യൂക്ലിയർ പ്ലാന്റുകളും ഓപ്പറേറ്റ് ചെയ്യാനുള്ള പ്രപ്പോസലും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് ആ സ്റ്റോക്കിലൊരു പോസിറ്റിവിറ്റി വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു സ്റ്റോക്ക് ഇന്ന് ശ്രദ്ധ നേടിയത് കാനറ ബാങ്കാണ്. ജുൻജുംവാലയുടെ വൈഫ് രേഖ ജുൻജുംവാല അവരുടെ ഈ കാനറ ബാങ്കിലുള്ള സ്റ്റേക്ക് വർദ്ധിപ്പിച്ചു എന്നുള്ളത്. അത് ജനുവരി മാർച്ച് ക്വാർട്ടറിൽ ഏകദേശം 37.5 ലക്ഷം ഈക്വിറ്റി ഷെയർസാണ് പുതുതായിട്ട് അവർ ആഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കും. കാരണം രാകേഷ് ജുൻജുംവാലയുടെ ഒരു പ്രധാനപ്പെട്ട PSU സ്റ്റോക്കായിരുന്നു കാനറ ബാങ്ക്. അവിടെ 12,86,93,000 ഷെയറുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ 13,24,43,000 കാണുന്നത്. അപ്പോൾ എക്സ്ചേഞ്ചിൽ ഫയൽ ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോൾ ഇത് ഏകദേശം കാനറ ബാങ്കിൻ്റെ 1.46% ഒരു സ്റ്റേക്കാണ് ഇതിൽ ഇപ്പോൾ ജുൻജുംവാല ഫാമിലിക്ക് നമുക്ക് കാണാൻ കഴിയുക. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ വെഞ്ചുറ സെക്യൂരിറ്റീസ് പോലെയുള്ള സെക്യൂരിറ്റികൾ ഇതിനൊരു ബൈ റേറ്റിംഗ് കൊടുത്തതായിട്ട് കാണാം. അതുപോലെ കാനറ ബാങ്കിൻ്റെ ടാർഗറ്റ് 120 വരെ ടാർഗറ്റും, രണ്ടാമതായിട്ട് 143 വരെയുള്ള ഒരു ടാർഗറ്റും വെച്ചതായിട്ട് കാണാം. അതേപോലെ തന്നെ ജാം ഫൈനാൻഷ്യൽസ് ഇതിനെ ഒരു ഹോൾഡ് പൊസിഷനിൽ 110 എന്നുള്ള ടാർഗറ്റിലും സജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇന്നതുപോലെ 52 വീക്ക് ഹൈയിലെത്തിയിട്ടുള്ള ഒരു സ്റ്റോക്കാണ് ഇൻഡിഗോ എയർലൈൻസിൻ്റെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള ഇന്റർഗ്ലോബ് ഏവിയേഷൻ. നമുക്കറിയാം ഇത് ഇന്ത്യയിൽ 62% മാർക്കറ്റ് ഷെയറുള്ള, ഇപ്പോൾ എയർലൈൻ രംഗത്ത് യഥാർത്ഥത്തിൽ ഒരു മൊണോപ്പൊളി കമ്പനി പോലെ പ്രവർത്തിക്കുന്ന കമ്പനിയാണ് ഇൻഡിഗോ എയർലൈൻസ്. അപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് വളറ്റിലിറ്റിയുടെ ആ ഒരു ബെയറിഷ് മൊമെൻറ്റിലും ഈ ഒരു സ്റ്റോക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ തന്നതായിട്ട് കാണാൻ പറ്റും. ഒരു വർഷത്തെയും 6 മാസത്തെയും അല്ലെങ്കിൽ 3 months, 1 month, 5 day ഏത് ടൈം ഫ്രെയിമിൽ എടുത്താലും ഈ സ്റ്റോക്ക് പോസിറ്റീവ് റിട്ടേൺ നൽകിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ വാല്യുവേഷൻ ഇപ്പോൾ അതിൻ്റെ ഇൻഡസ്ട്രി പിയോട് നിൽക്കുന്ന ഒരു ഫെയർലി വാല്യൂഡ് ആയിട്ടുള്ള പൊസിഷനിലാണുള്ളത്. എന്നാൽ ഈ കമ്പനിയെ സംബന്ധിച്ചോളം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം, ഇതിൻ്റെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോ വളരെ ഹൈ ആണ്. വലിയ തോതിൽ കടമുള്ള ഈ കമ്പനി, നമ്മൾ ആ കടത്തിൻ്റെ ഒരു സ്പ്ലിറ്റുകൾ പരിശോധിച്ച് നമ്മൾ കാണാം, പക്ഷേ അത് ലീസിങ് ലയബിലിറ്റിയാണെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഇൻഡിഗോ എയർലൈൻസ് അവരുടെ ഫ്ലൈറ്റുകളൊക്കെ വാടകയ്ക്ക് എടുത്തുകൊണ്ടായിരിക്കും ഓടുന്നുണ്ടാവുക. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു ലീസാണ് ഇവിടെ ഡെറ്റായിട്ട് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡെറ്റ് ആ രീതിയിൽ കാണണം. അങ്ങനെ കാണുമ്പോൾ മാത്രമേ നമുക്ക് ഈ സ്റ്റോക്കിൻ്റെ ഫണ്ടമെൻ്റൽസിൽ വിശ്വാസം വരികയുള്ളൂ.
കൂടാതെ ഇതിൻ്റെ ഒരു ഫൈനാൻഷ്യൽ പെർഫോമൻസ് പരിശോധിച്ചാൽ ഇത്ര നാളും നഷ്ടത്തിൽ പോയിക്കൊണ്ടിരുന്ന ഒരു കമ്പനി കഴിഞ്ഞ വർഷം അത് ലാഭത്തിലേക്ക് തിരിച്ചു വന്ന ഒരു ടേൺ അറൗണ്ട് കമ്പനിയായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഈ സ്റ്റോക്കിൽ വലിയൊരു റാലി ഇപ്പോൾ നടക്കുന്നത്. 5000-ന് മുകളിൽ ഇതിൻ്റെ പ്രൈസ് പോയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ഈ 4 സ്റ്റോക്കുകൾ നിങ്ങളുടെ കൂടുതൽ ഗവേഷണത്തിന് വിടുകയാണ്. നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യേണ്ട സ്റ്റോക്കുകളായിട്ട് മാത്രം ഇത് പരിഗണിക്കുക. ഇതൊരു ബൈങ് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ കമൻറ്റുകളും അഭിപ്രായങ്ങളും അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.